ഗാസിയാബാദിൽ ഹിന്ദു വീടുകളിൽ വാളുകളും മഴുവും അടക്കമുള്ള ആയുധങ്ങൾ വിതരണം ചെയ്ത് തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു രക്ഷാദൾ റോഡരികിൽ നൂറുകണക്കിന് ആയുധങ്ങൾ നിരത്തിവെച്ച് സ്റ്റാൾ തുറന്നായിരുന്നു വിൽപ്പന. വാളുകൾ, മഴു, കുന്തം എന്നിവയുൾപ്പെടെ നിരവധി മൂർച്ചയുള്ള ആയുധങ്ങൾ സ്റ്റാളിലുണ്ടായിരുന്നു. പിന്നീട് ജയ് ശ്രീറാം മുഴക്കി വീടുകളിൽ പോയി ഇവ വിതരണം ചെയ്യുകയുമായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. ये अपनी बहन बेटी की सुरक्षा के लिए अगर बांग्लादेश जैसी स्थिति पैदा होती है तो मुल्लाओं को काटना है, विधर्मियों को अपनी सुरक्षा हेतु। जय श्री राम, जय श्री राम, जय श्री राम, जय श्री राम। यहाँ पे വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും അശ്വതി വിശ്വനാഥനാണ് ചേരുന്നത്. അശ്വതി, ഈ ഉത്തർപ്രദേശിൽ നിന്നടക്കം പലയിടത്തു നിന്നും തീവ്ര ഹിന്ദുത്വ പ്രചരണത്തിന്റെ പലവിധ വേർഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ഒടുവിലത്തെ വേർഷൻ? അത് വലിയ രീതിയിൽ ഭീതി ഉണ്ടാക്കുന്നതുമാണ്. അതിന്റെ തീവ്രതയടക്കം അശ്വതി എങ്ങനെയാണ്? തീർച്ചയായും സംഗീത, വളരെയധികം ഭീതി പടർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഇത്തരത്തിൽ മൂർച്ചയേറിയ ആയുധങ്ങൾ, വാളടക്കമുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ റോഡരികിൽ ഒരു സ്റ്റാളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക മാത്രമല്ല, ഇത് ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് ഹിന്ദു വീടുകളിൽ കൊണ്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ജിഹാദികളിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾ ഈ ആയുധങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ആയുധങ്ങൾ അവർക്ക് കൈമാറുന്നത് തന്നെ. ബംഗ്ലാദേശിലുടനീളമുള്ളത് ജിഹാദികളാണ്. അവരെന്തെങ്കിലും ആക്രമണം പുറപ്പെടുവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കണം, ഈ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതും കൂടി ഇവർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമാണ്. ഇതേ തുടർന്ന് സംഭവ സ്ഥലത്ത് പോലീസ് എത്തുകയും കണ്ടാൽ അറിയുന്ന 30 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇതിൽ 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 250ഓളം വീടുകളിലാണ് ഇത്തരത്തിൽ ഹിന്ദു രക്ഷാദൾ, ഹിന്ദുത്വ സംഘടനയായിട്ടുള്ള ഹിന്ദു രക്ഷാദൾ ഇത്തരത്തിൽ ആയുധങ്ങൾ കൊടുത്തിട്ടുള്ളത്. സംഗീത. ശരി, അശ്വതി വിശ്വനാഥനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.